വന്ദനയ്ക്ക് എന്നെക്കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണയൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അവളെന്നെ കൂടുതൽ വിശ്വസിക്കാനും ചേർത്ത് പിടിക്കാനും തുടങ്ങി. എല്ലാം മറന്നൊരു കുടുംബജീവിതത്തിന് അവൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ദിയമോളുടെ കുരുന്ന മനസ്സിലും അതിൻ്റെ സന്തോഷം കണ്ടു തുടങ്ങി. ആ സമയത്ത് ആക്സിഡൻ്റ് രഹസ്യം അവരറിഞ്ഞാൽ വന്ദന എന്നെ ശപിക്കില്ലേ, ആട്ടി ഇറക്കില്ലേ? ദിയമോളുടെ കണ്ണിലെ കരടാകില്ലേ ഞാൻ? വന്ദനയും ദിയമോളും ഇല്ലാത്ത ജീവിതം ഇനി എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. മേഘങ്ങൾ വകഞ്ഞു മാറ്റി ചന്ദ്രക്കല തെളിയാൻ ശ്രമിച്ചാലും കറുത്ത നിഴലിന്റെ പാടുകൾ മായാതെ കിടക്കും. ആ കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടാവില്ല. കാർമേഘങ്ങൾ പൂർണ്ണമായും മാറണം. ആ മനസ്സില് എന്ത് കറുപ്പാണ് അടിഞ്ഞു കൂടുന്നതെന്ന് പറഞ്ഞൂടെ ജഗന്? അതിപ്പോ എന്ത് പറയണം, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. അത് വന്ദനമ്മേ, നിങ്ങൾ രണ്ടുപേരും ഈ നട്ട പാതിരാത്രി ഇവിടെ വന്ന് കിണ്ണരിച്ചോണ്ട് നിൽക്കുകയാണോ? എന്ത് കാര്യോ നിങ്ങൾക്ക് പറയാനുള്ളത്? പറ, ദിയമോളും കൂടി കേക്കട്ടെ. ഒന്നും പറയാനല്ലേ മോളെ വന്നത്, വെറുതെ ഇവിടെ വന്ന് നിന്നതാ അല്ലേ വന്ദനെ? ആണോ? രാത്രിയില് വെറുതെ പുറത്തിറങ്ങാനൊന്നും നിക്കരുത്. രണ്ടിനെ ഭൂതം പിടിച്ചോണ്ട് പോവും, പറഞ്ഞേക്കാം. കുരുത്തക്കേടൊന്നും കാണിക്കരുത്. വന്നേ പോയി കിടക്കാം. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വാ. ഇനി എന്റെ അനുവാദം ഇല്ലാതെ പുറത്ത് പോയി പോരുത്. അനുസരണ വേണം. കിടക്ക്. കേറ്. ആ നിക്ക്, ഞാനാ നടക്ക്. കേറ്. കിടക്ക്. ആ കായങ്ങത്താ. ഇനി ലോക്ക വീടില്ല ഞാൻ. ഇനി ഉറങ്ങണമെന്ന് പ്രത്യേകം പറയണോ? ഉറങ്ങ. രാജീവിന്റെ അപകട മരണത്തെ കുറിച്ച് റീ എൻക്വയറി നടത്താൻ പെറ്റീഷൻ കൊടുത്ത് കാത്തിരിക്കുന്നവളെ വന്ദന. ആ രാജീവിന്റെ മരണത്തിന് ഉത്തരവാദി നീയാണെന്നറിഞ്ഞാൽ സ്വന്തം ഭർത്താവാണെന്ന ഒരു പരിഗണനയും അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല.
ഏട്ടാ വർഷയാണല്ലോ വിളിച്ചത്. അതൊരു തോന്നലായിരുന്നു എന്ന് വിശ്വസിക്കണമെങ്കിൽ വർഷയുടെ മരണം സംഭവിച്ചെന്ന് തെളിവ് കിട്ടണ്ടേ? മരിച്ചുപോയവരുടെ ആത്മാക്കൾക്കാണല്ലോ വിളിച്ചെന്നും പറഞ്ഞെന്നൊക്കെ തോന്നിപ്പിക്കാനാവുക. വർഷ മരിച്ചിട്ടുണ്ടാവൂ? അതോ ജീവനോട് അവളിപ്പോഴും എവിടെയെങ്കിലും ഒളിച്ചിരിക്കായിരിക്കുമോ? വർഷേ, വർഷ, വർഷേ, ഇല്ല, അവൾ ഇവിടെ എങ്ങും വന്നിട്ടില്ല. ആ കിഴവിയുടെ അവസ്ഥ എന്തായിരിക്കും? നിരഞ്ജനെ കൊല്ലുന്നതിന് ഏക ദൃക്സാക്ഷി ആ തള്ളം. ഞാൻ അവരുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് അവര് മറക്കില്ല. ആശുപത്രിയിൽ വെച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച കാര്യം അവർക്ക് ഓർമ്മ കാണും. അപ്പോ ആ നാവൊന്ന് ചലിപ്പിക്കാൻ കഴിഞ്ഞാ ഞാൻ പിടിക്കപ്പെടും. വന്ദന വർഷെ താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ എന്നിലെ ക്രിമിനലിനെ കണ്ടെത്തിയോളാ വന്ദന. വന്ദനയുടെ ഭർത്താവായ ജഗനും ഞാനൊരു നോട്ടപ്പുള്ളിയാ. വർഷയുടെ ഭർത്താവെന്ന പരിഗണനയിൽ അവരിപ്പോ എന്നെ വെറുതെ വിട്ടിരിക്കുക. ഇപ്പോ വർഷം കൂടി ഇല്ലാതായതോടെ ഞാൻ അവർക്ക് തീർത്തു അന്യനാണ്. ആ സ്ഥിതിക്ക് എന്നെ കൊടുക്കാൻ വേണ്ടതൊക്കെ അവർ ചെയ്തിരിക്കും. സൂക്ഷിക്കണം. എനിക്കെതിരെ ശക്തമായ തെളിവുകളായി കിടക്കുന്ന ആ കിളവിയെ വേണം സൂക്ഷിക്കാൻ. ആര് വരുന്നു ആര് പോകുന്നു എന്നൊക്കെ എനിക്കറിയണം. ആരും അറിയാതെ ആ പടുക്കിളവിയെ നിരീക്ഷിക്കാൻ അവരുടെ മുറിയിൽ ഒരു രഹസ്യ ക്യാമറ വയ്ക്കണം. വർഷയുടെ ഭർത്താവെന്ന നിലയിൽ മാധവ് നായരുടെ വീട്ടിൽ തങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും എനിക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ മറവില് ക്യാമറ സ്ഥാപിക്കണം. ചേച്ചി എന്തിനാ പതുങ്ങി പതുങ്ങി അച്ഛന്റെ മുറിയിലേക്ക് പോകുന്നു? എന്തോ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാ. എന്തായിരിക്കും? എന്തായാലും നോക്കാം. വസന്ത പമ്മി പമ്മി അച്ഛൻ്റെ മുറിയിലേക്കാണല്ലോ പുറപ്പാട്. മുഖത്ത് പുന്നല്ല് കണ്ട പെരിച്ചായുടെ ലക്ഷണവുമുണ്ട്. വിലപ്പെട്ട മുതലെന്തോ തട്ടിയെടുക്കാനുള്ള പോക്ക. പുറകിലും മനോജുണ്ട്. അങ്ങനെ വിട്ടൂടല്ലോ.
അയ്യോ അമ്മ. ഐഡിയ. അമ്മേ, അച്ഛമ്മ കിടപ്പിലായി. വർഷമോളും പോയി. കരഞ്ഞു കരഞ്ഞു തളർന്ന മക്കളെ മരുമക്കളെയൊക്കെ ആശ്വസിപ്പിക്കേണ്ടത് അമ്മയല്ലേ? ആ അമ്മ തന്നെ ഇങ്ങനെ വിഷമിച്ചോണ്ടിരുന്ന എങ്ങനെ ശരിയാവും? എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അയ്യോ അമ്മേ, ഞാൻ പരാതി പറയാനൊന്നും വന്നതല്ല. പറയാനാണെങ്കിൽ പരാതി മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ അവസരത്തില് പരാതി പറഞ്ഞ് നിങ്ങളെയൊക്കെ ശല്യപ്പെടുത്തുന്നത് മര്യാദയല്ലല്ലോ. ആ ഭാഗം തിരിവൊക്കെ എനിക്കുണ്ടമ്മേ. എനിക്ക് യാതൊരു പരാതിയില്ല. സന്തോഷം. മൂത്ത മോളെ പരാതിയൊന്നും കൂടാതെ ഒരു നേരെങ്കിലും കാണാൻ പറ്റിയല്ലോ. മഹാഭാഗ്യം. എന്നാലും വിനോദയാത്ര പോയപ്പോ അച്ഛൻ അമ്മയുടെ കഴുത്തിൽ 2ാം തവണയും താലി കെട്ടിയെന്നറിഞ്ഞു. ആ ചടങ്ങ് കാണാൻ എനിക്ക് മാത്രം ഭാഗ്യം ഉണ്ടായില്ലമ്മേ. അച്ഛൻ വെച്ച് ഈ താലി അമ്മയുടെ കഴുത്തിൽ കെട്ടിമുറുക്കേണ്ടത് മൂത്ത മോളായ ഞാനല്ലായിരുന്നു അമ്മേ. പരാതി അല്ല അമ്മേ, എന്റെ ചങ്ക് പൊട്ടിപ്പോകുന്ന സങ്കടം കൊണ്ട് പറഞ്ഞതാ ഞാൻ. എന്തിനാ അമ്മ എന്നെ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? എന്നെ തവണ കൊടുത്ത് വാങ്ങിച്ചതാണോ? എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് നിന്റെ അച്ഛനും തീരെ ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു അത്. മക്കളുടെയും മരുമക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഞങ്ങൾ അതിന് തയ്യാറായത്. അത് വർഷമോളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നടി. താലികെട്ട് നടന്ന് വൈകുന്നേരം കേക്ക് മുറിക്കുന്നത് വരെ കാത്തിരിക്കും എന്റെ കുഞ്ഞിന് ക്ഷമയുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് അവള് നമ്മളെ വിട്ട് പോയി കളഞ്ഞില്ല. അമ്മ കരയാതെ എല്ലാം വിധിയാ. അല്ല അമ്മ എന്തിനാ ഈ ഉടുത്ത സാരി ഇങ്ങനെ മാറാതിരിക്കുന്നേ? അമ്മ സാരി മാറ്റിയേ. അമ്മക്ക് ഈ സാരി ഒട്ടും ചേരത്തില്ല. വേണ്ട, സാരിയൊന്നും മാറ്റണ്ട. മാറ്റണം. അമ്മ അതിനുള്ള അവകാശം പോലും എനിക്കില്ലേ അമ്മേ? ആ വിനു തന്ന പണത്തിയല്ലേ അമ്മ ഇത്? അതെ, അതെടുക്കരുത്. അതവിടെ വെച്ചേക്ക്. അതിന് ഞാനത് തട്ടിയെടുക്കാനൊന്നും വന്നില്ലല്ലോ. ഒന്ന് എണ്ണി നോക്കിട്ട് തിരിച്ച് അവിടെ തന്നെ വെച്ചേക്കാം. ഓ എനിക്കങ്ങും വേണ്ടേ ആരുടെയും പണമൊന്നും. എന്തുവാടാ പതുങ്ങി പതുങ്ങി വരുന്ന കണ്ടപ്പോഴേ നിന്റെ ദുരുദ്ദേശം എനിക്ക് മനസ്സിലായി. പണമേ ഞാൻ എണ്ണിക്കോളാം. ചേച്ചി എന്നെ തെറ്റും. മര്യാദക്ക് ചേച്ചി പണം തന്നിട്ട് പോയാൽ മതി. മനോജെ, മനോജെ, വസന്തേ, തെമ്മാടിത്തരം കാണിക്കരുത്. പണം വെച്ചിട്ട് രണ്ടാളെ ഇറങ്ങി വയ്ക്കൂ. പണം ഞാൻ വെക്കാം. പണം കൈകാര്യം ചെയ്യേണ്ടതേ മൂത്ത മകനായ ഞാനാ. ഇത് ഞാൻ വിട്ടുതരില്ല. അതാ ഈ വീട്ടിലെ പണം കൈകാര്യം ചെയ്യേണ്ടത് മൂത്ത മോൻ തന്നെയാ. നീ കണ്ടുപിടി, ഞാൻ പോവാ. എടി കാട്ടുകളി. പൈസ നിന്റെ
അങ്ങനെ തിന്നാന്ന് നീ വിചാരിക്കണ്ട. ഇവിടെ താടി. തരാനല്ലേ പറഞ്ഞത്. ആ. മക്കള് ഇതേ ഒരാപത്ത് നടന്ന വീടാ, കല്യാണ വീടല്ല. ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പണം ആരോട് ചോദിച്ചിട്ടാണ് എടുത്തത്? ആർക്കാണ് ഇത് വേണ്ടത്? സ്വന്തം തന്തയുടെ മുറിയിൽ നിന്നും ആധാരവും പണവും കൊള്ളയടിക്കുന്ന മക്കളുള്ള പേരുകേട്ട കുടുംബം. ഛേ, സ്വന്തം കൂടപ്പിറപ്പിന്റെ ഒരു മുടിനാരിയുടെ പോലും ബലിയർപ്പിക്കാൻ കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോഴും പണത്തോടുള്ള ആർത്തിയും ദുരയും ശമിച്ചിട്ടില്ല നിനക്കൊക്കെ. ഒരു എല്ലും കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്ന തെരുവ് നായ്ക്കളും നിങ്ങൾ തമ്മി പിന്നെന്താ വ്യത്യാസം? പെറ്റ തള്ള നോക്കി നിൽക്കുമ്പോ അവരുടെ നെഞ്ചിൽ ചവിട്ടി മറി കടന്നിട്ട് വേണം നിന്റെയൊക്കെ ഈ പേക്കൂത്ത്. മക്കളാണത്രേ മക്കള്. മര്യാദയ്ക്ക് പണം വെച്ചിട്ട് ഇറങ്ങി പൊയ്ക്കോണം. പൊയ്ക്കോ. നിങ്ങളല്ലേ നിക്കാൻ പറഞ്ഞ കാട്ടുകളി. പൈസ തരാണ്ട് നീ ഇവിടെ പോയില്ലടി. എന്റെ പൈസയാ. പണമായിട്ട് നിങ്ങളെ പദ്ധതി നടക്കത്തില്ലടി. പണം ഞാൻ വിട്ടു തരില്ല. ആ പൂതിയങ്ങ് മനസ്സിൽ വെച്ചാ മതി. മനോജ് മര്യാദയ്ക്ക് വഴിമാറും. പിന്നെ ഇല്ല, വിടില്ല. ആ പണം നമുക്ക് വേണ്ട. അച്ഛനമ്മമാരെ ദ്രോഹിച്ച് മതിയായില്ലേ നിങ്ങൾക്ക്? ഇല്ലടി, ഈ മോന് മാത്രം 10 പൈസയുടെ അവകാശം പോലും തന്നിട്ടില്ല തന്തയല്ല. ₹10 കിട്ടുന്നെങ്കിൽ അതെങ്കിലും ആവട്ടെ. വിടന്നെ. പണത്തിന് വേണ്ടി ഇങ്ങനെ തല തല്ലി ചാവാതെ നിങ്ങൾ കൂടെ പുറപ്പെടുക. വേണ്ട, വിലക്കണ്ട. തല തല്ലിക്കീറി ചത്തൊടുക്കട്ടെ ചെന്നായിക്കള്. എടാ മനോജ്, മര്യാദയ്ക്ക് ഞാൻ എടുത്ത പണം തന്നോണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും. ചത്തോ? വർഷയുടെ ചാക്കാലയുടെ കൊടുത്തി ഇതൂടെ അങ്ങ് കവർ ആയിക്കോളൂ. നിക്കണോടെ, ഈ പണം കൂടി നിനക്ക് ദൂർത്തടിക്കാന്ന് കരുതണ്ട. പണം ഈ പ്രകാശന് വേണം. പൈസ തരത്തില്ല. ഞാൻ എടുത്ത കാശ.
പണത്തിന് പകരം പേപ്പർ കഷ്ണങ്ങളോ? പണം മോഷ്ടിക്കാൻ ശ്രമിച്ച ചരിത്രമുള്ളവനല്ലടാ നീലടാ പണം എടുത്ത് മാറ്റിയത്. ഞാൻ പണം എടുത്ത് മാറ്റിയെങ്കിൽ പണത്തിന് വേണ്ടി പിടിമിൽ കൂട്ടുന്ന കാര്യമുണ്ടോടാ? അതൊക്കെ നിന്നെ സംശയിക്കാതിരിക്കല്ല നിന്റെ അടവാ. പണം അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ചേട്ടനോട്ട് മോശമല്ലല്ലോ. പണം എടുത്ത് മാറ്റിയതിൽ സംശയിക്കാതിരിക്കാൻ ചേട്ടനും പിടിവലിക്ക് വന്നതല്ലേ? പണം മാറ്റിയത് നിങ്ങൾ രണ്ടുപേരുമല്ല. മക്കളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അച്ഛൻ അത് ചെയ്തത്.